കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലുണ്ട്. മുഴുവൻ അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭ്യമാകുന്നൊരു ഹോസ്റ്റലുണ്ട്. അതിൻ്റെ 4ാമത്തെ നില ഉപയോഗശൂന്യമായി ഇപ്പോൾ കിടക്കുകയാണ്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ അത് നന്നാക്കണമെന്നും റിനോവേറ്റ് ചെയ്യണമെന്നും തീരുമാനിച്ചതാണ്. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും അതുമായി ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥിനികൾ ദൂരദേശത്തുനിന്ന് വന്ന് തിരുവനന്തപുരം പട്ടണത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അഫിലിയേറ്റഡ് കോളേജിൽ പഠിക്കുന്നവർ കിടപ്പാടമില്ലാതെ ഇവിടെ തെരുവിലാണ്. അവരെവിടെ കിടക്കും? ഈ സർവകലാശാല ആസ്ഥാനത്തൊന്ന് കിടക്കണമെന്നാണോ ഈ അധികാരികൾ പറയുന്നത്? ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നോക്കണം. ഈ സമരത്തിൽ വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തമാണ് ഏറ്റവും കൂടുതൽ. എന്താ വിദ്യാർത്ഥിനി വന്നത്? അവരുടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിയ സമരത്തിൻ്റെ ഭാഗം. അവർക്ക് കിടപ്പാടമില്ല. തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നിട്ട് അവർക്ക് വീടുകളിൽ പോയി വരാൻ പറ്റുമോ? കാസർഗോഡും കോഴിക്കോടും മലബാറിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവർ വീട്ടിൽ പോയിട്ട് വരണമെന്ന് ഇവർ പറയുന്നത്? പേയിങ് ഗസ്റ്റായി താമസിക്കാൻ എത്ര രൂപ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. വൻ തുക കൊടുത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ഥിതി ഇവിടുത്തെ സാധാരണ കുടുംബങ്ങൾ, കുട്ടികൾക്ക് വരികയാണ്. അപ്പം ഞങ്ങൾ ഉന്നയിച്ചത്, നിലവിലെ ഹോസ്റ്റൽ സൗകര്യത്തിൽ ഉപയോഗശൂന്യമായി അൺഫിറ്റായ മുറികൾ എത്രയും വേഗം ഉപയോഗപ്രദമാക്കണമെന്നും അതിൽ നടപടി സ്വീകരിക്കണമെന്നും. അതിന് രജിസ്ട്രാർ ഇപ്പോൾ ഉറപ്പ് തന്നിരിക്കുന്നത് മുകളത്തെ നിലയിൽ ചോർച്ചയാണ് പ്രധാനപ്പെട്ട വിഷയമായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ ബാക്കിയുള്ള ഒഴിവുകളിലേക്ക്, ഇപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒഴിവുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന് ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്ന് തന്നെ വിളിച്ചു ചേർക്കാം എന്ന് SFI സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉറപ്പ് വന്നിട്ടുണ്ട്. ആ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുകയാണ്. ബാക്കി ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന മുറികളുടെ ഒരു സമഗ്രമായ ആലോചന ഇപ്പോൾ നടത്തിയത്, ഇപ്പോഴത്തെ കെട്ടിടത്തിൽ ട്രസ് വർക്ക് നടത്തിയാൽ അവിടെ മുകളത്തെ നില ഉപയോഗപ്രദമാക്കാമെന്നും അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ അക്കോമഡേറ്റ് ചെയ്യാമെന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 1.27 കോടി രൂപ ട്രസ് വർക്കിന് വേണ്ടി പ്ലാൻ അനുവദിച്ചിട്ടുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ തുക അടുത്ത സിൻഡിക്കേറ്റിൽ വെച്ച് പാസ്സാക്കാമെന്നും അടിയന്തരമായി ട്രസ് വർക്ക് പൂർത്തിയാക്കി സർവകലാശാല ഹോസ്റ്റലിൽ നിന്നുള്ള മുഴുവൻ സൗകര്യത്തിലും പരമാവധി വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാമെന്നും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി SFI നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി സർവകലാശാല അധികാരികൾ ഇപ്പോൾ ഉറപ്പ് തന്നിരിക്കുകയാണ്. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു. അത് ഭാഗികമായി അംഗീകരിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആ നടപടികൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ സർവകലാശാല അഭ്യർത്ഥിച്ചു. അത് അടുത്ത സിൻഡിക്കേറ്റിൽ 13ാം തീയതി സിൻഡിക്കേറ്റിൽ അത് തീരുമാനമാക്കാം എന്ന് രജിസ്ട്രാർ ഉറപ്പ് വന്നിട്ടുണ്ട്. ഒപ്പം ഇപ്പം തന്നെ അവിടെ ഹാളുകൾ താൽക്കാലികമായെങ്കിലും ഡോർമെട്രികളാക്കി മാറ്റി പെൺകുട്ടികൾക്ക് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ സംഘടിപ്പിച്ച് അവിടെ പരമാവധി പേരെ, കാരണം ഒരുപാട് കുട്ടികൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ട്, അവർക്ക് ഈ പറയുന്ന വലിയ തുക കൊടുത്ത് താമസിക്കാൻ കഴിയാത്തവരാണ്, അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് പരമാവധി കുട്ടികളെ ഇപ്പോഴും ഈ 1,27,00,000 രൂപയുടെ വർക്ക് കൂടി പൂർത്തിയാക്കി പരമാവധി കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കാം എന്ന് സർവകലാശാല ഉറപ്പുവരുത്തി. മറ്റൊന്ന് FIUGPയുമായി ബന്ധപ്പെട്ടാണ്. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം കേരള സർവകലാശാല നിലനിൽക്കുന്നത്. FIUGPയുടെ ഇന്റർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ തയ്യാറാക്കാത്ത കേരളത്തിലെ ഒരേ ഒരു സർവകലാശാല കേരള സർവകലാശാലയാണ്. മറ്റെല്ലാ സർവകലാശാലയിലും ഇന്റർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഗൈഡ് ലൈൻ തയ്യാറാക്കി. കേരള സർവകലാശാലയിലെ VCക്ക് ഇതിനൊന്നും സമയമില്ലല്ലോ. രാഷ്ട്രീയം കളിക്കാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഒന്നിനും സമയമില്ല. കേരള സർവകലാശാലയിൽ ഇന്റർ കോളേജ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിന് ഗൈഡ് ലൈൻ തയ്യാറാക്കണമെന്ന് SFI ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് കേരള സർവകലാശാലയിൽ ഒരു FIUGP വിദ്യാർത്ഥിക്ക് അവൻ്റെ ആവശ്യത്തിന് സർവകലാശാല ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ ആ സർവകലാശാലയുടെ ബന്ധപ്പെട്ട സെക്ഷനായ FIUGPയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു ടെലിഫോൺ സംവിധാനം FIUGP വന്നിട്ട് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിദ്യാർത്ഥി ബന്ധപ്പെട്ടാൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് അങ്ങോട്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടാൻ FIUGP സെക്ഷനിൽ ടെലിഫോൺ സ്ഥാപിക്കാമെന്നും വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കാം എന്ന് സർവകലാശാല ഉറപ്പ് നൽകി. ഒപ്പം തന്നെ FIUGPയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഇപ്പോൾ തകരാറിലാണ്. ആ വെബ്സൈറ്റിൻ്റെ തകരാറും ഉടനടി തന്നെ പരിഹരിക്കാമെന്ന് സർവകലാശാല ഉറപ്പാക്കി തന്നിരിക്കുകയാണ്. മറ്റൊന്ന് റീവാലുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, റീവാലുവേഷൻ നടത്തിയാൽ ഫീസ്, മാർക്ക് വർദ്ധിച്ചാൽ ഫീസ് തിരികെ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു ഫീസ് തിരികെ കൊടുക്കൽ ഇവിടെ നടക്കുന്നില്ല. ഓൺ ഫണ്ടിലേക്ക് മുതൽ കൂട്ടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടികളെ പറ്റിച്ച് ജീവിക്കുകയാണ് സർവകലാശാല അധികാരികൾ. ആ പരിപാടി അവസാനിപ്പിക്കണം. 10% റീവാലുവേഷനിൽ ഫീസ് മാർക്ക് വർധന ഉണ്ടായാലും സ്കൂട്ടണിയിൽ 5% വർധന ഉണ്ടായാലും ആ സ്കൂട്ടണിയുടെയും റീവാലുവേഷൻ്റെയും ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഇപ്പോൾ സർവകലാശാലയുടെ SFI ആവശ്യപ്പെട്ടു. അത് പൂർണ്ണമായി സർവകലാശാല അംഗീകരിച്ചില്ല. അവർ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ സർവകലാശാല ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായി സർവകലാശാല അംഗീകരിച്ചു. നിയമമുള്ളതാണ്, പക്ഷേ കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അംഗീകരിച്ചു. സർവകലാശാല ഇപ്പോൾ SFIയോട് സംസാരിച്ചിരിക്കുന്നത്, റീവാലുവേഷൻ കൊടുക്കുന്ന കുട്ടികൾ അവരുടെ സപ്ലിമെൻ്ററി പരീക്ഷ പലപ്പോഴും റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സപ്ലിമെൻ്ററി പരീക്ഷ റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ അപേക്ഷ കൊടുത്താൽ ആ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫീസ്
മുഴുവനായി തിരിച്ചു നൽകാം എന്ന് SFI സമരത്തിന്റെ ഭാഗമായി സർവകലാശാല അധികാരികൾ ഇപ്പോൾ ഇവിടെ ഉറപ്പ് തന്നിരിക്കുകയാണ്. അത് വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക ആശ്വാസമാണെങ്കിൽ കൂടി അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. റീവാലുവേഷനിൽ വലിയ ചേഞ്ച് വരുന്ന കുട്ടികൾക്ക് ഈ ഫീസ് തിരിച്ചു നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി പറയുകയാണ്. മറ്റൊന്ന്, അക്കാഡമിക് കലണ്ടറിൻ്റെ ഒരു ബന്ധവുമില്ലാതെയാണ് സർവകലാശാല അക്കാഡമിക്സ് പോകുന്നത്. അപ്പോൾ അക്കാഡമിക് കലണ്ടർ റെഗുലർ ആക്കണം എന്നൊരു ആവശ്യം ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അത് കുറച്ച് രാഷ്ട്രീയം കൂടി കലർന്നതാണ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് മാസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിവിടെ കണ്ടതാണ്, ഇവിടെ KSUകാരൻ നടത്തിയ പുകലൊക്കെ നിങ്ങൾ കണ്ടതാണ്. സർവകലാശാലയിൽ വന്ന് കാണിച്ച കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരമില്ല നിങ്ങൾ നന്നായി കണ്ടതാണ്. ആ സർവകലാശാല യൂണിയൻ SFI വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കേരള സർവകലാശാല അനുവദിച്ചത് 2 മാസം കഴിഞ്ഞാണ്. തൊടുന്യായങ്ങൾ പറഞ്ഞ്, ഇല്ലാവാദങ്ങൾ പറഞ്ഞ് സർവകലാശാല യൂണിയൻ സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ടു പോകാവുന്നതിൻ്റെ പരമാവധി അവർ നീട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ആ സർവകലാശാല യൂണിയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് 1 മാസം പിന്നിടുകയാണ്. ഇതുവരെ നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്തേ യൂണിയൻ ഇനോഗ്രേഷൻ നടത്താതെന്ന്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, യൂണിയൻ ഇനോഗ്രേഷൻ നടത്തണം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഫണ്ട് തരണ്ടേ? സർവകലാശാല ഫണ്ടിലല്ലേ യൂണിയൻ പ്രവർത്തിക്കുന്നത്. ഞങ്ങളോട് രാഷ്ട്രീയ വിരോധമുണ്ട്. രാഷ്ട്രീയ തിട്ടൂരം കൊണ്ട് VC ഇവിടെ വരുമ്പോൾ VCയോട് ഈ സർവകലാശാലയിൽ രാഷ്ട്രീയ തിട്ടൂരം നടക്കില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിൻ്റെ പേരിൽ VC ഞങ്ങളോട് നല്ല വൈരാഗ്യമുണ്ട്. ഞങ്ങൾക്കറിയാം. ആ വൈരാഗ്യം മനസ്സിൽ വെച്ചോ, നല്ലപോലെ കത്തിച്ചോ, കുന്തിരിക്കം പോലെ പുകച്ചോ. പക്ഷേ SFIയുടെ നേതൃത്വം ഒന്ന് പോകാൻ നിൽക്കേണ്ടെന്ന് ഞങ്ങൾ മര്യാദയ്ക്ക് പറയാം. SFIയുടെ സർവകലാശാല യൂണിയൻ ഫണ്ട് കൊടുക്കണ്ടേ? SFIയുടെ മാത്രമല്ല യൂണിയൻ, ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെ അല്ലേ. 1 മാസം പിന്നിടുമ്പോഴും സർവകലാശാലയുടെ യൂണിയൻ ഫണ്ട് കൊടുക്കുന്നില്ല. ഉദ്യോഗസ്ഥർ സെക്ഷനിട്ട് തട്ടുകയാണ്. VCയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തട്ട് നടക്കുന്നത്. ഞങ്ങൾ രജിസ്ട്രാറോട് പറഞ്ഞു, ഓണം വരാൻ പോവാണ്, ഓണപരിപാടി യൂണിയൻ നടത്തണം. ഇവിടെ ഞങ്ങൾ പറയാണ്, വളരെ ഗൗരവത്തിൽ പറയാണ്, ഓണമായിട്ട് സർവകലാശാല വിദ്യാർത്ഥികളെ പട്ടിണി കിടരുത്. സർവകലാശാല യൂണിയൻ ഫണ്ട് സമയബന്ധിതമായി അനുവദിക്കാൻ കേരള സർവകലാശാല തയ്യാറായില്ലെങ്കിൽ ഓണത്തിന് ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ ഇവിടെ സമരം ചെയ്യും. നിരാഹാരം കിടക്കേണ്ടി വന്നാൽ നിരാഹാരം കിടക്കും. ഇവിടുത്തെ പാവപ്പെട്ട യൂണിയൻ ഭാരവാഹികളെ നിരാഹാരം കിടത്തിയിട്ട് ഓണം വെട്ടിവിഴുങ്ങാമെന്ന് ഒരു സർവകലാശാല അധികാരിയും വിചാരിച്ചു പോയത്. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് മാർച്ചിടും. ഓണത്തിന് അവരുടെ വീട്ടിലേക്ക് മാർച്ചിടും. വളരെ ഗൗരവത്തോടെ പറയാം, ഓണം ദേശീയ ഉത്സവമാണ് കേരളത്തിൻ്റെ. ആ ഓണത്തിന് ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് യൂണിയൻ ഭാരവാഹികൾക്ക് അർഹമായ ഫണ്ട്, യൂണിയൻ പ്രവർത്തനം നടത്താനുള്ള ഫണ്ട്, അത് ഒരാളുടെയും ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾ കൊടുക്കുന്ന തുകയാണ്. ആ തുക പിടിച്ചു വെക്കുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. ആ രാഷ്ട്രീയ പ്രേരിതമായ നടപടി സർവകലാശാല അവസാനിപ്പിക്കണം. അടിയന്തരമായി സർവകലാശാല യൂണിയന് പ്രവർത്തിക്കാൻ ആവശ്യമായ പരിപാടികൾക്കനുസൃതമായ ഫണ്ട് കൊടുക്കണം. കഴിഞ്ഞ തവണ ഈ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ന്യായമായ കലോത്സവം പോലും തടഞ്ഞാണ്. ഇത്തവണ കലോത്സവം വളരെ നേരത്തെ നടത്താനുള്ള തയ്യാറെടുപ്പ് യൂണിയൻ നടത്തണം. പക്ഷേ യൂണിവേഴ്സിറ്റി സമീപനം കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സർവകലാശാല വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, കുറേ ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു, കുറേ ആവശ്യങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ വളരെ ഗൗരവത്തിൽ ഈ വിദ്യാർത്ഥി ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കും. അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. സമരം ചെയ്താണ് രാജ്യത്ത്, ലോകത്ത് എല്ലാ മനുഷ്യനും അവകാശം നേടിയിട്ടുള്ളത്. അപ്പോൾ സമരം ചെയ്യാൻ വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുമ്പോൾ പോലീസുകാർ അതിലങ്ങനെ വിഷമമൊന്നും കാണിക്കേണ്ട. അതും കൂടി പറഞ്ഞേക്കാം. ഇവിടെ വളരെ സമാധാനപരമായി ഞങ്ങൾ ഇനി സമരം നടത്തി നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങളിവിടെ ആരെങ്കിലും കുത്തിമലർത്താൻ വേണ്ടി വന്നതാണോ? അല്ലല്ലോ. ഞങ്ങൾ ന്യായമായി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് തന്നതുപോലെ രജിസ്ട്രാർക്ക് കൊടുത്ത പോലെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾക്ക് രജിസ്ട്രാറുമായി ചർച്ച നടത്തണം. ഞങ്ങൾ അവർ പറഞ്ഞ എണ്ണത്തിലല്ലേ ഞങ്ങൾ അകത്തേക്ക് പോയത്. അവർ പറഞ്ഞ എല്ലാ മാനദണ്ഡം അംഗീകരിച്ചല്ലോ. പിന്നെന്തിനാ കയറി വന്ന വിദ്യാർത്ഥികളെ ആ ഗേറ്റിനവിടെ വെച്ച് പോലീസുകാർ മർദ്ദിച്ചത്? എന്തിനാ മർദ്ദിച്ചത്? അപ്പോൾ കേരളത്തിൽ SFIക്കാർ സമരം ചെയ്താൽ ന്യായമായ സമരങ്ങൾക്ക്, SFI വിദ്യാർത്ഥി ആവശ്യങ്ങൾക്ക് ഉന്നയിച്ച സമരങ്ങൾക്ക് സമാധാനപരമായ സമരം നടത്തിയാലും അടിക്കണം എന്നാരാ കേരളത്തിൽ നിർദ്ദേശം തന്നിരിക്കുന്നത്? പോലീസ് പറയണ്ടേ? ആരാ പോലീസിനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഇവിടെ പോലീസുകാർ SFIക്കാർ ആക്രമിച്ചോ? അവിടെ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ SFI ആക്രമിച്ചോ? രജിസ്ട്രാർ SFI ആക്രമിച്ചോ? ഇവിടെ ഇരിക്കുന്ന പോലീസുകാരോട് എന്ത് സ്നേഹത്തിൽ ഞങ്ങൾ പെരുമാറിയതില്ലേ? എന്തെങ്കിലും സ്നേഹക്കുറവ് ഞങ്ങൾ കാണിച്ചോ? പിന്നെ കയറി വന്നപ്പോൾ എന്തിനാ ആക്രമിച്ചേ? ഇവിടെ SFIയുടെ DC മെമ്പർ ഉണ്ട്, ദേവിക. ആ വിദ്യാർത്ഥിനിയെ ലാത്തി കൊണ്ട് കുത്തുന്ന വിഷ്വൽ നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾ എടുത്തല്ലേ വിഷ്വൽ? ലാത്തി കൊണ്ട് കുത്തുകയാണ് വിദ്യാർത്ഥിനിയെ. ജന്തർ മന്ദറിൽ ഡൽഹി പോലീസ് കുത്തുന്ന പോലെയാണ് ഇവിടെ കുത്തുന്നത് ലാത്തി കൊണ്ട്. TG മോഹൻദാസ് ആണോ ഇവിടുത്തെ പോലീസിനെ ഉപദേശിക്കുന്നത്? വിദ്യാർത്ഥി സമരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ കമ്മീഷണർ ആഭ്യന്തര വകുപ്പ് ഉപദേശം തേടുന്നത് TG മോഹൻദാസിനെ പോലുള്ള സംഘപരിവാറുടെ കയ്യിൽ നിന്നാണോ? ഡൽഹി പോലീസ് കുത്തുന്ന പോലെ പെൺകുട്ടികളെ ലാത്തി വെച്ച് കുത്താൻ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. നിങ്ങളുടെ കീഴിലാണ് പോലീസെങ്കിൽ, RSSന്റെ കീഴിലല്ല പോലീസെങ്കിൽ, TG മോഹൻദാസ് അല്ല കേരളത്തിലെ പോലീസിനെ ഉപദേശിക്കുന്നതെങ്കിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. പെൺകുട്ടികളെ ലാത്തി കൊണ്ട് കുത്താൻ ആരുത്തരവ് കൊടുത്തു? മര്യാദകേട് കാണിക്കരുത്, പോലീസിനോടാണ് പറയുന്നത്.
മര്യാദകൾ കാണിക്കും. നിങ്ങളുടെ കയ്യിൽ ലാത്തി ഉണ്ടാവും, ഞങ്ങളുടെ കയ്യിൽ ലാത്തിയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ മനുഷ്യരാണ്, വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ വാശി, വിദ്യാർത്ഥികളുടെ സമരവീര്യത്തെ ഒന്നും അങ്ങനെ ലാത്തി കാണിച്ച് നിഷ്പ്രഭമാക്കി കളയാമെന്ന് ഒരു പോലീസ് ഏമാനെ ലാത്തി കൊണ്ട് കുത്തി പരിശീലിക്കേണ്ട. ലാത്തി കൊണ്ട് കുത്തി പരിശീലിക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേരയെ പോയി കുത്തി നോക്ക്. ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലെ കൊണ്ടുപോയി കുത്തി നോക്ക്, അപ്പോൾ മനസ്സിലാവും. ടി ജി മോഹൻദാസിനെയൊക്കെ കുത്താനാണല്ലോ പേടി. RSകാരെ കുത്തുമ്പോഴാണല്ലോ കൈവറയ്ക്കുന്നത്. SFIക്കാരെ കുത്താൻ ഒരു കൈവറയില്ലല്ലോ കേരളത്തിലെ പോലീസിന്. അതുകൊണ്ട് സമരം ഞങ്ങൾ ചെയ്യും. സമരം ചെയ്യുന്നവരെ ഡൽഹിയിലെ പോലീസ് RSS ലാത്തി കൊണ്ട് കുത്തിയ പോലെ കുത്താനുള്ള ഏർപ്പാട് വല്ലതും ഉണ്ടെങ്കിൽ കുത്തുകൊള്ളാനും ഞങ്ങൾ തയ്യാറാണ്. കുത്തിയവനെ നോക്കി വെക്കാനും ഞങ്ങൾ തയ്യാറാണ്. കുത്തുന്നവരെ വീണ്ടും കാണാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളെല്ലാവരും ഈ സമരരംഗത്തും സമരത്തെരുവിലും കേരളത്തിലൊക്കെ വലിയ മഹാമാരിയൊന്നും ഒന്ന് ഒലിച്ചു പോയില്ലെങ്കിൽ ഇവിടെ കാണും. നമ്മളെല്ലാവരും വീണ്ടും കാണുന്നവരാണ്. എല്ലാവരുടെയും മുഖങ്ങൾ ഓർത്തു വെക്കും. സകലതും ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും മുഖങ്ങൾ ഓർത്തു വെക്കുമെന്ന് എല്ലാവരും ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രേ ഉള്ളൂ നിങ്ങളോട് പറയാം.